ആപ്പിളിന്റെ പുതിയ ഐഫോൺ മോഡലുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ടെക് ലോകത്ത് എപ്പോഴും വലിയ ആകാംക്ഷ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും സ്ലിമ്മായ ഐഫോൺ എന്ന വിശേഷണവുമായി എത്താൻ സാധ്യതയുള്ള ഐഫോൺ 17 എയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ എക്സിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ലീക്കുകളും ഊഹാപോഹങ്ങളും സജീവമായതോടെ ഐഫോൺ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ ഈ മോഡലിനെ ഉറ്റുനോക്കുന്നത്. ആപ്പിൾ ഹബ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ലീക്കുകൾ അനുസരിച്ച് ഐഫോൺ 17 എയറിന്റെ കനം 5.5 മില്ലിമീറ്റർ മാത്രമായിരിക്കും. ഇത് നിലവിലുള്ള ഐഫോൺ മോഡലുകളെ അപേക്ഷിച്ച് വളരെ വലിയൊരു മാറ്റമാണ്. ഈ അൾട്രാ സ്ലിം ഡിസൈൻ ഫോണിന്റെ രൂപകൽപ്പനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കനം കുറയ്ക്കുന്നതിനൊപ്പം ആപ്പിൾ ഈ മോഡലിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാൻ ടെക് ലോകം കാത്തിരിക്കുകയാണ്. ഐഫോൺ 17 എയർ ആകർഷകമായ 6.6 ഇഞ്ച് OLED ഡിസ്പ്ലേയോടെയായിരിക്കും എത്തുക എന്നതാണ് ഒരു പ്രധാന ലീക്ക്. ഇതിൽ 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് മികച്ച കാഴ്ചാനുഭവവും സുഗമമായ സ്ക്രോളിംഗും ഗെയിമിംഗും ഉറപ്പാക്കും. ഈ ഡിസ്പ്ലേ നിലവിലെ മോഡലുകളേക്കാൾ മികച്ച വ്യക്തതയും വർണ്ണകൃത്യതയും നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രകടനത്തിന്റെ കാര്യത്തിലും ഐഫോൺ 17 എയർ ഒരു പടി കടക്കുമെന്നാണ് സൂചന. ഐഫോൺ 16 സീരീസിലെ A18 ചിപ്പിനെ അപേക്ഷിച്ച് ഐഫോൺ 17 എയറിൽ ഏറ്റവും പുതിയതും ശക്തവുമായ A19 പ്രോ ചിപ്പ് ഉൾപ്പെടുത്തും. ഇതൊരു വലിയ അപ്ഗ്രേഡാണ്. A19 പ്രോ ചിപ്പും 12 GB റാമും സംയോജിക്കുന്നത് ഐഫോൺ 17 എയറിന് അസാധാരണമായ പ്രോസസ്സിംഗ് ശേഷി നൽകും. ഇത് ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾക്ക് കൂടുതൽ കരുത്തു പകരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഫീച്ചറുകൾ കൂടുതൽ വേഗതയിലും കാര്യക്ഷമതയിലും പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. സ്റ്റോറേജ് സൗകര്യത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും വലിയ സ്റ്റോറേജ് ഓപ്ഷനുകൾ പ്രതീക്ഷിക്കാം. ഐഫോൺ 17 എയറിന്റെ ക്യാമറ ഫീച്ചറുകളെക്കുറിച്ചും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവയൊന്നും ആപ്പിൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ടെക് ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. സെൽഫിക്കും വീഡിയോ കോളിംഗിനുമായി 24 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിലവിലുള്ള ഫ്രണ്ട് ക്യാമറകളേക്കാൾ വലിയൊരു അപ്ഗ്രേഡ് ആയിരിക്കും. കൂടാതെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉറപ്പാക്കും. പിൻ ക്യാമറയുടെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. 48 MB സിംഗിൾ വൈഡ് റിയർ ക്യാമറയാണ് ഐഫോൺ 17 എയറിൽ പ്രത്യക്ഷപ്പെടുക. സാധാരണയായി ഒന്നിലധികം ലെൻസുകളുള്ള ക്യാമറ സെറ്റപ്പുകൾ ഐഫോണുകളിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ ക്യാമറ എന്ന ആശയം ചിലരെ അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ ആപ്പിളിന്റെ സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഇമേജ് പ്രോസസ്സിംഗ് കഴിവുകൾ ഈ സിംഗിൾ ലെൻസ് ഉപയോഗിച്ച് പോലും മികച്ച ചിത്രങ്ങൾ നൽകാൻ പര്യാപ്തമായിരിക്കും. കണക്ടിവിറ്റിയുടെ കാര്യത്തിലും ഐഫോൺ 17 എയർ ചില പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചേക്കാം. ആപ്പിൾ തന്നെ ഡിസൈൻ ചെയ്ത വൈഫൈ ചിപ്പും ആപ്പിൾ C1 മോഡവും ഈ ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഇത് മികച്ച നെറ്റ്വർക്ക് പ്രകടനവും വേഗതയേറിയ കണക്ടിവിറ്റിയും ഉറപ്പാക്കും. ഫോണിന്റെ കനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സിം കാർഡ് ട്രേ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇത് eSIM സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ഉപയോഗത്തിലേക്ക് മാറാനുള്ള ആപ്പിളിന്റെ നീക്കത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ സിംഗിൾ സ്പീക്കർ ഇയർപീസ് മാത്രമേ ഉൾപ്പെടുത്തൂ എന്നതും ശ്രദ്ധേയമായ വിവരമാണ്. ഇത് ഫോണിന്റെ ഇന്റേണൽ സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യാനും കൂടുതൽ സ്ലിം ആക്കാനും സഹായിക്കും. ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ചിലർക്ക് ആശങ്കകൾ ഉണ്ടായേക്കാം. കാരണം 5.5 മില്ലിമീറ്റർ കനമുള്ള ഒരു ഫോണിൽ വലിയ ബാറ്ററി പ്രതീക്ഷിക്കാനാവില്ല. 2800 mAh ബാറ്ററി മാത്രമാണ് ഐഫോൺ 17 എയറിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 50 വോൾട്ട് മാക്സേഫ് ചാർജിംഗ് സൗകര്യം വരുമെന്ന സൂചന ഈ ആശങ്കകൾക്ക് ആശ്വാസം നൽകുന്നു. വേഗതയേറിയ വയർലെസ് ചാർജിംഗ് സൗകര്യം ഉപയോക്താക്കൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. ആപ്പിൾ സാധാരണയായി തങ്ങളുടെ പുതിയ ഐഫോൺ സീരീസുകൾ സെപ്റ്റംബറിലാണ് പുറത്തിറക്കാറുള്ളത്. അതുപോലെ സെപ്റ്റംബറിൽ തന്നെ ഐഫോൺ 17 സീരീസ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ 17 ശ്രേണിയിൽ ഐഫോൺ 17, ഐഫോൺ 17 എയർ, ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ് എന്നിവയുണ്ടാകും. ഐഫോൺ 17 എയർ ഈ സീരീസിലെ ഒരു പുതിയ കൂട്ടിച്ചേർക്കലായിരിക്കും. പുതിയ സ്ലിം ഡിസൈനും അപ്ഗ്രേഡ് ചെയ്ത ചിപ്പും മെച്ചപ്പെടുത്തിയ ക്യാമറ ഫീച്ചറുകളും വേഗതയേറിയ ചാർജിങ്ങുമെല്ലാം ഐഫോൺ 17 എയറിനെ ടെക് ലോകത്ത് ഒരു താരമാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ലീക്കുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ആപ്പിളിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ലോകമെമ്പാടുമുള്ള ഐഫോൺ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.